നിങ്ങൾ ഈ കാണുന്നതാണ് ലോക പ്രശസ്തമായ ദളിത് DNA തിയറി. ദളിതിന്റെ മക്കൾക്ക് ഒന്നും ബുദ്ധി ഉണ്ടാവില്ല എന്നാണ് ആ തിയറി പ്രസ്താവിക്കുന്നത്. ഈ ആദിപത്യവർഗ ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനം വീട്ടിലുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ അത്ര സംവിധാനങ്ങൾ ഉണ്ടാവില്ല. ഇവരെ പോലെ പഠിക്കാൻ വരും ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം കാരണം നമ്മുടെ DNA മേൽജാതിക്കാരുടെ മക്കളായി ജനിച്ചാൽ മാത്രമേ ബുദ്ധിമാനാവുകയും ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയും ചെയ്യൂ എന്നാണ് ഈ തിയറിയുടെ സാരാംശം. പക്ഷേ ഈ തിയറിക്ക് വിപരീതമായി ഇതേപോലൊരു DNA ഉള്ള ശ്രീധന്യ സുരേഷ് എന്നൊരു വയനാട് കുറിച്ചി ആദിവാസി പെൺകുട്ടി 2018 IAS ഓഫീസറായി. Well, joining me right now is Sridhanya Suresh. A fascinating story from this young woman. SC/ST OBC കുടുംബത്തിൽ നിന്ന് വന്ന അനേകം ആളുകൾ ഇന്ന് സർക്കാർ ജോലിക്കാരാണ്. അപ്പോൾ അതെങ്ങനെ സാധിക്കും? ഇവിടെ നിന്നാണ് ഈ തിയറി നിർമ്മിച്ച വേടൻ എന്ന ശാസ്ത്രനാമമുള്ള ഹിരൺദാസ് എന്ന ശാസ്ത്രജ്ഞൻ ഉണ്ടാകുന്നത്. പ്രൊഫസർ വേടനെ പറ്റി സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളുടെ ജാതി അറിയാം? നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെയോ ഇടം വലം കൂടെ ഇരുന്ന കൂട്ടുകാരുടെയോ സഹയാത്രികരുടെയോ നിയമപാലകരുടെയോ രാഷ്ട്രീയക്കാരുടെയോ ജാതി അറിയാം? നിങ്ങളിന്ന് ഭക്ഷണം കഴിക്കുന്നത് റെസ്റ്റോറൻറ്റ് കുക്കിൻ്റെ ജാതി നോക്കിയിട്ടാണോ? പിന്നെ എവിടെയാണ് ഈ ജാതി? അല്ല, മേഡത്തിന്റെ മുമ്പ് ഈ കല അഭ്യസിക്കാൻ വരുന്നവര് കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുന്നിൽ കല അഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല. പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറയുന്നത്. വിവാഹാലോചന സമയം ജാതി പറയുന്ന കാർന്നോന്മാർ, പിന്നെ നമ്മുടെ സാക്ഷാൽ സുരേഷ് ഗോപിയും കലാമണ്ഡലം സത്യഭാമയും അല്ലാതെ വേറെ ആരാണ് ഇവിടെ ജാതി പറയാറ്? നിങ്ങൾ പറയാറുണ്ടോ? പക്ഷേ ഇന്ന് ഒരു റാപ്പർ ഘോരഘോരം പാടുന്നത് വർണ്ണ വിവേചനത്തിന്റെ വരികളാണ്. പട്ടികജാതിക്കാര്, ആദിവാസി, ദളിത് ആയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മൾ ഇപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ്. അതെ, താങ്കളും അടിമയാണ്. അമ്പലത്തിൽ ചെന്ന് കുമ്പിട്ട് നിൽക്കുന്നത് കത്തനാർ അച്ഛൻ ഒന്നുമല്ലല്ലോ. ജാതി പറയരുത് എന്ന് പറയുന്നതും കിട്ടാനുള്ള സകല സൗഭാഗ്യങ്ങളും ചോദിച്ചു വാങ്ങുന്നതും ഈ താഴ്ന്ന ജാതിക്കാര് എന്ന് സ്വയം പറയുന്നവർ തന്നെയല്ലേ. ഫോർ എക്സാമ്പിൾ, വളരെ പാവപ്പെട്ടവനായ ഒരു ജനറൽ കാറ്റഗറി കുടുംബം, മറുവശത്ത് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള SC/ST OBC കുടുംബം. സർക്കാർ നിയമം അനുസരിച്ച് പാവപ്പെട്ടവനായ ജനറൽ കാറ്റഗറിയിലെ കുടുംബങ്ങൾക്ക് ഒരു സംവരണവുമില്ല. പക്ഷെ പണമുള്ള സംവരണ യോഗ്യർക്ക് സർക്കാർ ജോലി, സ്റ്റൈഫൻഡ് എവിടെയും 8% സംവരണം ഉറപ്പാണ്. നന്നായി പഠിക്കുന്ന കുട്ടികൾ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് സംവരണമുള്ള അവരെക്കാളും പഠിക്കാൻ മോശമായ കുട്ടികൾക്ക് അഡ്മിഷൻ, ജോലി തുടങ്ങിയവ ലഭിക്കുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ചില ജനറൽ കാറ്റഗറി ആളുകൾക്കും ജോലി, അഡ്മിഷൻ തുടങ്ങിയവ ലഭിക്കാതെ പോയിട്ടുമുണ്ട്. സത്യത്തിൽ സവർണനാണോ അവർണരാണോ ജാതി പറയുന്നത്? സകല സൗഭാഗ്യങ്ങളും ആനുകൂല്യങ്ങളും സംവരണവും വേണം, പക്ഷേ ജാതി പറയാൻ പാടില്ല എന്ന കണ്ടീഷൻ. ജനറൽ കാറ്റഗറി വീട്ടിലെ ഒരു കുട്ടി IAS നേടിയാൽ വാർത്തയാവില്ല. പക്ഷേ നല്ല മാർക്ക് നേടിയാലും ഒരുപക്ഷെ കൊല്ലപ്പെട്ടാലും ഒരിക്കലും വലിയ വാർത്തയാവില്ല. പക്ഷേ അതേസമയം ഒരു ദളിത് സംവരണമുള്ള കുടുംബമാണെങ്കിൽ അവിടെയാണ് ഇതൊക്കെ നടക്കുന്നത് എങ്കിൽ വലിയ വാർത്തയാവും, മാപ്രകൾ പറന്നെത്തും. ഇതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും PSC റാങ്കിൽ 12% സംവരണം. ഇന്ന് ജനറൽ എന്നോ സവർണനെന്നോ അവർണനെന്നോ ഭേദമില്ലാതെ ആളുകൾ വളർന്നു കഴിഞ്ഞു. ആർക്കും എന്തും ധരിക്കാം, ഭക്ഷിക്കാം, അമ്പലത്തിൽ കയറാം, ആരെയും വിവാഹം കഴിക്കാം, എവിടെയും താമസിക്കാം, ഏത് ജോലിയും ചെയ്യാം എന്ന അവസ്ഥയുണ്ടായി. നമ്മുടെ നാട്ടിലും സംവരണം വേണ്ടിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് അതാണ് സ്ഥിതി. നിങ്ങൾ ഉത്തരം ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ വേടൻ പറയുന്നത് വെറും രാഷ്ട്രീയ നേട്ടത്തിന്റെ വരികൾ മാത്രമല്ലേ? നിങ്ങളിത് കേൾക്കാൻ പോകുന്നത് ഇന്ന് പൂർണ്ണമായി നശിച്ചുകൊണ്ടിരിക്കുന്ന ജാതി വിവേചനത്തിന്റെ രാഷ്ട്രീയ നേട്ടങ്ങളുടെ, വേടന്റെ തന്ത്രങ്ങളുടെ, ഇരുണ്ട വശങ്ങളുടെ കാലം പ്രതികഥകളാണ്. വർഷം 2019 ഡിസംബർ 28 ഊരാളി മ്യൂസിക് ബാൻഡ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയിലെ പ്രധാന വ്യക്തി ഹിരൺദാസ് മുരളി എന്നു പേരുള്ള വളരെ ചെറുപ്പക്കാരനായ ഒരു പയ്യനായിരുന്നു. എന്നെ എല്ലാവരും വേടൻ എന്നാണ് വിളിക്കുന്നത് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അവൻ പാട്ട് പാടാൻ തുടങ്ങുന്നു. ആ പാട്ടാണ് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പേരിൽ യൂട്യൂബിൽ ഹിറ്റായ വേടന്റെ ആദ്യ ആൽബം. അതിലെ വരികൾ വളരെ തീ തുപ്പുന്നവയായിരുന്നു. ജാതി വർഗ വിവേചനത്തിനെതിരെ സംസാരിച്ചുകൊണ്ടുള്ള വരികൾ. തനിക്ക് ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങളായിരുന്നു ആ പാട്ടിന്റെ സാരാംശം. പക്ഷേ ഇതിനൊക്കെ ശേഷം ഇനിയാണ് കഥ മാറുന്നത്. കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ മലയാളം റാപ്പറായ വേടനെതിരെയുള്ള ലൈംഗിക പീഡനാരോപണത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഉയർന്നു വരുന്നു.
സംവിധായകൻ മുഹസിൻ പരാരിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് എല്ലാവരും വേടനെതിരെ തിരിയാൻ തുടങ്ങിയത്. എന്നാൽ ശരിക്കും ഇത് ഇന്നലെ പൊട്ടിമുളച്ച് വന്ന സംഭവമായിരുന്നില്ല. വിമൻ അഗെയിൻസ്റ്റ് സോഷ്യൽ ഹറാസ്മെന്റ്, അതായത് വാഷ് എന്ന ഫേസ്ബുക്ക് പേജിൽ 2021 ജൂൺ 2-നാണ് വേടനെതിരെ ലൈംഗിക പീഡനാരോപണവുമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം ഉണ്ടാകുന്നത്. ആ പേജിന്റെ അഡ്മിൻ ഒന്നിൽ കൂടുതൽ സ്ത്രീകളുടെ അനുഭവങ്ങൾ ചേർത്താണ് പോസ്റ്റ് തയ്യാറാക്കിയത്. വൈകൃത മനോഭാവത്തോടെ വേടൻ അവരെ സമീപിച്ചു എന്നാണ് പോസ്റ്റിൽ പറയുന്നത്. മദ്യപിച്ചിരിക്കുമ്പോൾ സ്ത്രീകളുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കാനും അതിക്രമം കാണിക്കാനും ശ്രമിച്ചു എന്നാണ് വേടനെതിരെ ഉണ്ടായ ആരോപണം. എന്നാൽ അത് അന്ന് തന്നെ സോഷ്യൽ മീഡിയയിലെ ചർച്ചയായില്ല. ഏകദേശം 10 ദിവസം എടുത്തു പ്രമുഖ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ. അതിനുള്ള പ്രധാന കാരണം ഔദ്യോഗിക ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് ഈ സംഭവത്തെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെ ഇരിക്കെയാണ് തുടർ ദിവസങ്ങളിൽ സംവിധായകനും തിരക്കഥാകൃത്തുമായ മുഹസിൻ പരാരി വേടനെ പ്രധാനിയാക്കിയിട്ടുള്ള ഒരു മ്യൂസിക്കൽ വീഡിയോയുടെ പോസ്റ്റ് പുറത്തിറക്കിയത്. എന്നാൽ ആ പോസ്റ്ററിന് താഴെ വേടന്റെ ലൈംഗികാരോപണ പ്രശ്നം ചിലർ ഉന്നയിക്കുകയും ചെയ്തു. തുടർന്ന് പരാരി വേടനൊപ്പം ചെയ്യാൻ തീരുമാനിച്ചിരുന്ന മ്യൂസിക്കൽ വീഡിയോയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നു എന്ന് ഇൻസ്റ്റഗ്രാമിൽ പ്രസ്താവനയായി അറിയിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം വേടനെതിരെ ഉയർന്നു വന്ന ലൈംഗിക പീഡനാരോപണങ്ങളാണ്. ഇത് രാത്രിയോടെ വാർത്തയായി മാറുകയും സംഭവത്തിന് വലിയ തോതിൽ ജനശ്രദ്ധ ഉണ്ടാവുകയും ചെയ്തു. അതിനിടയിൽ വേടൻ ജൂൺ 2-ന് വാഷിന്റെ ആരോപണത്തെ എതിർത്ത് 1-2 കുറിപ്പുകളും സ്റ്റോറികളും നൽകിയിരുന്നു. എന്നാൽ പിന്നീട് വേടൻ അത് നീക്കം ചെയ്തു. ഈ സംഭവത്തിനെതിരെ ടു മച്ച് ഈക്വൽ എന്ന സ്ത്രീപക്ഷ ഗ്രൂപ്പ് രംഗത്തെത്തി. എന്നിരുന്നാലും ആ കേസ് എവിടെയൊക്കെയോ മാഞ്ഞു തേഞ്ഞു പോയി. ഇതുകൂടാതെ ചെയ്തത് തെറ്റാണെന്നും മാപ്പ് അപേക്ഷിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വേടൻ പിന്നീട് ഒരു പോസ്റ്റ് വരെ ഇറക്കുകയുണ്ടായി. അങ്ങനെയിരിക്കെയാണ് കേരളത്തിലെ സിനിമാ പ്രവർത്തകർ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയാണെന്നുള്ള വാർത്ത വരുന്നത്. അതുകൂടാതെ ലഹരിക്ക് അടിമയായ ആളുകൾ കുടുംബത്തെ തന്നെ ആക്രമിച്ച കേസുകളും ഉയർന്നു വരുന്നു. അപ്പോഴാണ് വേടൻ ഇങ്ങനെ പറഞ്ഞത്: ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ഇത് കേൾക്കുമ്പോ വിഷമിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിനെ തിന്നോട്ടിരിക്കുന്നതാണ്. മക്കളെ പ്ലീസ്. അതേ വേടൻ തന്നെ 2025 തന്റെ ഫ്ളാറ്റിൽ കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ അറസ്റ്റിലാവുന്നു. അതോടൊപ്പം അയാൾ ധരിച്ച പുലിപ്പല്ലിന്റെ കേസും പൊങ്ങി വരുന്നു. റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വേടനടക്കം 9 പേർ ഫ്ളാറ്റിലുണ്ട്. ലഹരി വിരുദ്ധ പ്രചാരണം നടത്തുന്ന താരം കൂടിയാണ് റാപ്പർ വേടൻ. പക്ഷേ ഇവയെല്ലാം കുഴിച്ചു മൂടപ്പെടുന്നു. ആളുകൾ അയാളോട് ക്ഷമിക്കുന്നു, പിന്നെയും പഴയതിലും അധികം സ്നേഹിക്കുന്നു. ജാതീയതയ്ക്കെതിരെ വർഗീയതയ്ക്കെതിരെ സംസാരിച്ച വേടനെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് പലരും വാദിച്ചു. അവൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടല്ലേ നിങ്ങൾ അവനെ വേട്ടയാടുന്നത് എന്ന് പലരും ഗർജിച്ചു. വളർന്നു വരുന്ന ഒരു കലാകാരനെ എപ്പോഴും അടിച്ചു താഴ്ത്താൻ പലരും ശ്രമിക്കുന്നു എന്നും പലരും വാദിച്ചു. ആൾട്ട് പ്ലസ് ടാലന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ലാറ്റ് അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺ, അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇതിവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുന്ന സ്ഥലമാണ്. അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ വേടൻ തന്നെ സ്വയം താൻ ചെറുപ്പകാലം തൊട്ടേ കഞ്ചാവ് വലിച്ചിരുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്തപ്പോൾ ഇവരുടെ എല്ലാം വായടഞ്ഞു എന്ന് ഞാൻ കരുതി. പക്ഷേ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോയുടെ തന്നെ തമ്പനയിലിന് പലരും ഇതുപോലെ തന്നെയാണ് മറുപടി പറഞ്ഞത്. എന്തൊക്കെയിരുന്നാലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ വേദികളിൽ ഇന്നും വേടൻ തന്നെയാണ് മുഖ്യ അതിഥി. അതായത് നമ്മുടെ കഞ്ചാവ് ഉപയോഗിച്ച വേടൻ തന്നെ. ദിസ് ഈസ് കോൾഡ് ഹാലോ എഫക്ട്. അതായത് പ്രശസ്തനായ വ്യക്തി, പ്രത്യേകിച്ച് വർഗീയതയെ, മോദിയെ എതിർക്കുന്ന ആളുകളെ അയാൾ എത്ര വൃത്തികെട്ടവനാണെങ്കിലും ആളുകൾ ക്ഷമിക്കും, വിശ്വസിക്കും, പിന്നെയും തലയിൽ കയറ്റിവെക്കും. പണ്ട് ദിലീപിന്റെ കേസ് ഓർമ്മയില്ലേ? നടിയെ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്ത് എന്നതായിരുന്നു കേസ്. ഷൈൻ ടോം ചാക്കോക്കെതിരെയും കഞ്ചാവ് കേസ് വന്നു. പക്ഷെ അവരോട് നമ്മുടെ മലയാളികൾ ആരും ക്ഷമിച്ചില്ല. ദിലീപിനെ ഏറ്റവും വലിയ ക്രൂരനാക്കി. പക്ഷേ കഞ്ചാവ് വലിച്ചുവെന്ന് വേടൻ സമ്മതിച്ചിട്ടും വേടനോട് പലരും ക്ഷമിച്ചു, ഇനിയും ക്ഷമിച്ചുകൊണ്ടേയിരിക്കും. കാരണം ജാതി പറഞ്ഞ് വിറ്റ കാശ് വേടന്റെ കയ്യിലുണ്ട്. ആളുകൾക്കും അതാണ് വേണ്ടത്, ദി ഹാലോ എഫക്റ്റ്. എന്തായിരുന്നു കേരളത്തിലെ ജാതി വ്യവസ്ഥ?
കേരളത്തിലെ ജാതി വ്യവസ്ഥ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെ ജാതി വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇന്ത്യയിൽ പൊതുവെ ചതുർവർണ്ണ സിസ്റ്റം, അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവ നിലനിന്നിരുന്നു. എന്നാൽ കേരളത്തിൽ ഈ ചതുർവർണ്ണ സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്പൂതിരി, ബ്രാഹ്മണർ പുരോഹിത വർഗമായി നിലനിന്നു. മറ്റെല്ലാ ജാതികളെയും അവർ ശൂദ്രരോ അവർണരോ വർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരായാണ് കണക്കാക്കിയിരുന്നത്. നായർ, സാമന്ത ക്ഷത്രിയർ തുടങ്ങിയവർക്ക് ഹിരണ്യഗർഭ ചടങ്ങിലൂടെ ക്ഷത്രിയ പദവി ലഭിച്ചിരുന്നു. ഇത് അവർക്ക് ഭൂമിയുടെ ഭരണാധികാരം നൽകി. എന്നാൽ താഴ്ന്ന ജാതിക്കാർ, പ്രത്യേകിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾ കടുത്ത വിവേചനത്തിന് വിധേയരായിരുന്നു. അവർക്ക് ക്ഷേത്ര പ്രവേശനം, പൊതുവഴികളിൽ നടക്കൽ, വിദ്യാഭ്യാസം എന്നിവ നിഷേധിക്കപ്പെട്ടിരുന്നു. 19ാം നൂറ്റാണ്ടിൽ അവർണർ എന്ന് വിളിക്കപ്പെട്ടവർക്ക് ക്രൂരമായ അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നു. ഉദാഹരണത്തിന്, താഴ്ന്ന ജാതിക്കാർക്ക് മേൽവസ്ത്രം ധരിക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അരയ്ക്ക് മുകളിലോട്ട് ഒന്നും ധരിക്കാതെയായിരുന്നു അന്ന് ജീവിച്ചിരുന്നത്. അതിനെയാണ് ബ്രസ്റ്റ് ടാക്സ് അഥവാ മുലക്കരം എന്ന് വിളിക്കുന്നത്. അന്നത്തെ പാവപ്പെട്ട ജനങ്ങളോടുള്ള ഏറ്റവും വലിയ അനീതിയായിരുന്നു ഈ ജന്മികൾ ചെയ്തുകൊണ്ടിരുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കേരളത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയവർ ഈ പ്രസ്ഥാനങ്ങളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. താഴ്ന്ന ജാതിക്കാർ മേൽജാതിക്കാരുടെ കൂടെ ഇരുന്ന് വിദ്യ അഭ്യസിക്കാൻ പാടില്ല എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് ചോദിച്ചത്: എവിടെ നിന്നാണ് ഞാൻ ശ്വാസം എടുക്കേണ്ടതെന്ന്. 1936 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇത് അവർണർ എന്ന് വിളിക്കപ്പെട്ടുന്ന താഴ്ന്ന ജാതിക്കാർക്ക് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അനുവാദം നൽകി. ഈ പരിഷ്കരണങ്ങൾ ജാതി വ്യവസ്ഥയുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിച്ചു. എന്നാൽ ജാതി ഒരു സാമൂഹിക യാഥാർത്ഥ്യമായി തുടർന്നു. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ജാതി വ്യവസ്ഥയുടെ ആചാരപരമായ വശങ്ങൾ, അതായത് റിച്വൽ ആസ്പെക്ട്സ് ഗണ്യമായി കുറഞ്ഞു. വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ആധുനിക വിദ്യാഭ്യാസം, ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ എന്നിവ ജാതിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത തൊഴിലുകളും വിവാഹാചാരങ്ങളും മാറ്റിമറിച്ചു. സർക്കാർ നടപ്പിലാക്കിയ സംവരണ നയങ്ങൾ, അതായത് റിസർവേഷൻ പോളിസീസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്ക് വിദ്യാഭ്യാസത്തിലും ജോലിയിലും അവസരങ്ങൾ നൽകി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് KPSC പട്ടികപ്പെടുത്തിയ 50ലധികം ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങളുണ്ട്. അവർക്ക് സർക്കാർ ജോലികളിൽ മുൻഗണന ലഭിച്ചു. കേരളം ഒരു ജാതിരഹിത സമൂഹമാണെന്ന് പലരും വാദിക്കുന്നു. അതിന് കാരണം ഇന്റർകാസ്റ്റ് വിവാഹങ്ങൾ വർദ്ധിച്ചു വരുന്നത് തന്നെയാണ്. ആളുകൾ ഇപ്പോൾ വിവാഹത്തിന് ജോലി, സ്വഭാവം, വിദ്യാഭ്യാസം എന്നിവയാണ് കൂടുതൽ പരിഗണിക്കുന്നത്. എന്റെ അനുഭവത്തിൽ ആധുനിക കേരളത്തിൽ ജാതി ഒരു പ്രധാന വിഷയമല്ല. എല്ലാവരും തുല്യരാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് സർക്കാർ ജോലികളിൽ മുൻഗണന ലഭിക്കുന്നു. എന്നാൽ ഇത് ശരിയാണോ? ജാതി വ്യവസ്ഥ ഇന്ന് പൂർണ്ണമായും ഇല്ലാതെയായോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ചിലർ വാദിക്കുന്നത് കേരളത്തിൽ ജാതി വ്യവസ്ഥ മറിഞ്ഞിരിക്കുന്ന രൂപത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ്. ഉദാഹരണത്തിന് 2024 മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം സത്യഭാമ ഒരു ദലിത് കലാകാരനെ കാക്കയുടെ നിറം എന്ന് വിശേഷിപ്പിച്ചത് വലിയ വിവാദമായി. ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ജാതി വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സത്യഭാമയ്ക്കെതിരെ ജാതി, വർഗം ഒന്നും നോക്കാതെയാണ് എല്ലാവരും എതിർത്തത്. അതിൽ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളും ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്റർകാസ്റ്റ് വിവാഹങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് ജാതി വ്യവസ്ഥയുടെ കാഠിന്യം കുറഞ്ഞതിന്റെ സൂചനയാണ്. എന്നാൽ റെഡിറ്റ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചിലർ പറയുന്നത് വിവാഹങ്ങളിൽ ജാതി ഇപ്പോഴും ഒരു ഘടകമാണെന്നാണ്. ഉദാഹരണത്തിന് ഒരു റെഡിറ്റ് യൂസർ പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ കാമുകിയുടെ പിതാവ് തന്റെ താഴ്ന്ന ജാതി കാരണം തന്നെ വെറുക്കുന്നുവെന്നാണ്. എന്നാൽ ഇന്റർകാസ്റ്റ് വിവാഹങ്ങൾ, പ്രത്യേകിച്ച് താഴ്ന്ന ജാതികൾ തമ്മിൽ ഇപ്പോൾ കുറഞ്ഞ എതിർപ്പുകൾ നേരിടുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ദലിത് വ്യക്തി ഒരു ഉയർന്ന ജാതി വ്യക്തിയെ വിവാഹം കഴിക്കുമ്പോൾ എതിർപ്പുകൾ ഇപ്പോഴും ഉണ്ടാകാറുമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ജനറേഷൻ ഗ്യാപ്പ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ, അതായത് പുതിയ തലമുറ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ജാതി എന്താണെന്നുള്ളത് മറക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം ലഭിക്കുന്നുണ്ട്. ഇത് അവർക്ക് സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംവരണ നയങ്ങൾ ജാതി വ്യവസ്ഥയെ നിലനിർത്തുന്നു. കാരണം അവ ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ജാതി പറയാനോ ചോദിക്കാനോ ചിന്തിക്കാനോ പാടില്ല, പക്ഷെ എല്ലാ ആനുകൂല്യങ്ങളും വേണം. 2021 പുറത്തിറങ്ങിയ വേടന്റെ വാ എന്ന റാപ്പ് സോങ്
ദലിത് മറ്റ് പിന്നാക്ക വിഭാഗങ്ങളെ ഒന്നിച്ച് ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്യുന്നു. വേടന്റെ പാട്ടുകൾ ദലിത് സമൂഹത്തിന്റെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. തന്റെ ബാല്യകാലത്ത് തൃശൂർ ജില്ലയിലെ ഒരു കോളനിയിൽ വളർന്നപ്പോൾ തന്റെ സമുദായത്തിന് ചില ഭൂമികളിൽ പ്രവേശിക്കാൻ അനുവാദം നിഷേധിക്കപ്പെട്ട അനുഭവം വാർത്താ ചാനലുകളിൽ അഭിമുഖം കൊടുത്തത് നമ്മൾ കണ്ടതാണ്. വേടൻ പറയുന്നത് കേരളത്തിൽ ജാതി വ്യവസ്ഥ ആഴത്തിൽ വേരൂന്നിയ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒന്നാണെന്നാണ്. വേടന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജാതിയിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമെങ്കിലും ജാതി വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ വേടന്റെ ഈ വാദം പൂർണ്ണമായി ശരിയാണോ? കേരളത്തിൽ ജാതി വ്യവസ്ഥ ഇല്ലെന്നല്ല, പക്ഷെ അത് പഴയതുപോലെ വലിയൊരു സംഭവമല്ല. അതായത് ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറ ജാതി എന്നത് വെറും മരമായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്റർകാസ്റ്റ് വിവാഹങ്ങൾ, സംവരണ നയങ്ങൾ, ആധുനിക വിദ്യാഭ്യാസം എന്നിവ ജാതി ചിന്തയുടെ വേർതിരിവിന്റെ സ്വാധീനം നന്നായി കുറിച്ചിട്ടുണ്ട്. വേടൻ ജാതിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ സഹതാപ പിന്തുണ നേടാൻ ശ്രമിക്കുന്നു എന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേടൻ ഈ ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ റാപ്പുകൾ നടത്തി. അത് ഒരു റിവേഴ്സ് ഒരു ഈ കാസ്റ്റിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉണർത്തലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 വേടനെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടു. ഇത് ജാതി വിവേചനം എന്ന് ചിലർ വിമർശിച്ചു. ഈ സംഭവം വേടന് വലിയ പിന്തുണ നേടിക്കൊടുത്തു, പ്രത്യേകിച്ച് ദലിത് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന്. കേസ് തേഞ്ഞു മാഞ്ഞുപോയി. എന്നാൽ വേടൻ ചെയ്യുന്നത് അയാൾക്കുള്ള വിദ്യാഭ്യാസ കുറവിന്റെ വിവരക്കുറവിന്റെ ഭാഗമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് റിപ്പോർട്ടറിലെ അരുണുമായുള്ള അഭിമുഖത്തിൽ ദളിതർക്ക് ബുദ്ധി കുറവാണ് എന്ന പ്രസ്താവന നടത്തിയത്. ബുദ്ധി എന്നത് എല്ലാവർക്കും ഒരുപോലെയാണെന്നും എത്രമാത്രം നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും വേടൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കഞ്ചാവ് വലിക്കാൻ പോയാൽ ഉയർച്ച ഉണ്ടാവില്ല. ഏതെങ്കിലും അഡിക്ഷന്റെ പുറകെ പോയ ആരും രക്ഷപ്പെട്ടിട്ടുമില്ല. ആ കാര്യത്തിൽ ജാതിയെന്നോ മതമെന്നോ വേർതിരിവില്ല. ഒരുപക്ഷെ പഠിക്കാൻ വിട്ടപ്പോൾ കഞ്ചാവ് വലിക്കാൻ പോകാതെ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് അയാൾ മറ്റൊരു നല്ല ജോലിയിലെത്തിയേനെ. ഇത്രയും പണമായിട്ടും പ്രശസ്തനായിട്ടും അയാൾക്ക് കഞ്ചാവ് ഉപയോഗം നിർത്താൻ സാധിച്ചിട്ടില്ല. ആദ്യം സ്വന്തം ശരീരം നന്നാക്കിയിട്ട് പോരെ ലോകം നന്നാക്കൽ. ശരിയാണ്, കേരളത്തിൽ ജാതി വ്യവസ്ഥ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. ഹിന്ദുക്കളിൽ മാത്രമല്ല ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിലും ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ട്. ദലിത് ക്രിസ്ത്യാനികൾക്ക് സാമൂഹിക ആത്മീയ ജീവിതത്തിൽ വിവേചനം നേരിടേണ്ടി വരുന്നുണ്ട്. അതും ശരിയാണ്. എന്നാൽ കേരളത്തിന്റെ പുരോഗതി നിഷേധിക്കാനാവില്ല. സംവരണ നയങ്ങൾ, വിദ്യാഭ്യാസ, നഗരവൽക്കരണം എന്നിവ ജാതിയുടെ സ്വാധീനം നന്നായി കുറിച്ചിട്ടുണ്ട്. ഇന്റർകാസ്റ്റ് വിവാഹങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങൾ ജാതിയേക്കാൾ മറ്റ് ഘടകങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ പാണനല്ല, പറയനല്ല, പുലിയനല്ല, നീ തമ്പുരാനുമല്ല എന്ന് വേടൻ പാടുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഈ പാണനും പുലിയനും പറയനും ആദിവാസികളും എല്ലാം താഴ്ന്ന ജാതി എന്ന പേരിന്റെ സകല സൗഭാഗ്യങ്ങളും ആനുകൂല്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരെയും ഒരുപോലെ കാണണമെങ്കിൽ ആദ്യം സംവരണം ഇല്ലാതെയാവണം. എല്ലാവർക്കും ഒരുപോലെ ആവണം പരീക്ഷകൾ, സർക്കാർ ജോലികൾ, സർക്കാർ ആനുകൂല്യങ്ങൾ എല്ലാം മാറണം. സർക്കാരിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ ആദ്യ ജാതി സമത്വം. സ്കൂൾ അഡ്മിഷൻ ഫോമുകളിലെ ജാതി കോളം ഇല്ലാതെയാവട്ടെ. എന്നാൽ മാത്രമേ വിവേചനവും വർഗീയതയും ഇല്ലാതെയാവൂ. ജനറൽ കാറ്റഗറിയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഇല്ലാത്ത എന്തൊക്കെ ആനുകൂല്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ലഭിക്കുന്നുണ്ടോ അതെല്ലാം എടുത്തു കളയണം. പേരുകളിൽ പോലും ജാതി ചേർക്കുന്നത് സകല മതക്കാരും ജാതിക്കാരും നിർത്തണം. വേടൻ പറഞ്ഞ ദളിത് DNA എന്ന പ്രസ്താവന വളരെ വളരെ തെറ്റാണ്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു കുട്ടി അവനും ബുദ്ധിയില്ലാത്ത കുട്ടിയാണെന്ന് സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. പണക്കാരുടെ കുട്ടികൾക്ക് മാത്രമേ ബുദ്ധി ഉണ്ടാകൂ എന്നോർക്കും. ആർക്കും കഠിനാധ്വാനവും പ്രയത്നവും ഉണ്ടെങ്കിൽ ഉയരത്തിലെത്താം എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് APJ അബ്ദുൽ കലാം സാർ. വേടനെ കണ്ടല്ല, കലാം സാറിനെ കണ്ടാണ് നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറകൾ വളരേണ്ടത്. ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു വാക്യം ഞാൻ ഓർക്കുന്നു: ജാതിയെപ്പറ്റി ചിന്തിക്കരുത്, പറയരുത്. പക്ഷേ ഇപ്പോൾ മറന്നുപോയ ജാതിയെപ്പറ്റി ഓർപ്പിക്കുന്നതും വേടൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.